എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് പിന്നാലെയുള്ള ആദ്യ വ്യാപാര ദിവസം പ്രതീക്ഷയോടെയാണ് നിക്ഷേപകർ കാണുന്നത്. ഓഹരി വിപണികളിൽ കുതിപ്പുണ്ടാകും എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. GDP കണക്കുകളും പുറത്തു വന്ന സാഹചര്യം കൂടി പരിഗണിച്ചാണിത്. ശ്രീനാഥ് ചന്ദ്രൻ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് മുന്നിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്രീനാഥ് ചന്ദ്രൻ. ഈ എക്സിറ്റ് പോളുകൾ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പരിപാടിയാണ് എന്ന രീതിയിൽ ആക്ഷേപങ്ങൾ വന്ന സാഹചര്യത്തിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ മുന്നിൽ പോയി നിന്നത് എന്തായാലും നന്നായി. പറയൂ വിവരങ്ങൾ. SKN വെരി ഗുഡ് മോർണിംഗ്. ഏതായാലും നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് ഫലം മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയം എങ്ങനെയാണ് മുന്നോട്ട് എന്നത് നിർണ്ണയിക്കുന്നതാണ്. അതിനൊപ്പം തന്നെ വിപണിയെ ഇത് ഏത് തരത്തിലാണ് ബാധിക്കുന്നത് എന്നുകൂടി അറിയേണ്ടതുണ്ട്. എക്സ്പെക്റ്റഡ് ആയ ചില കാര്യങ്ങളുണ്ട്. അതാണ് ഓഹരി വിപണിയിൽ വലിയൊരു കുതിപ്പുണ്ടാകും എന്നത്. ഞാൻ SKN സൂചിപ്പിച്ച പോലെ ഞാനിപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് മുന്നിലാണ്. ഒരു കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാണ്, വളരെ വളട്ടയിലായ ഒരു വീക്കായിരുന്നു. ഉയർച്ച താഴ്ചകളുണ്ട്. ഏറ്റവും ഒടുവിൽ ക്ലോസ് ചെയ്യുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് വന്നാൽ സെൻസെക്സ് 73,961 പോയിന്റിലാണ് ക്ലോസ് ചെയ്യുന്നത്. അതായത് ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏതാണ്ട് 2% കുറവിലാണ് വെള്ളിയാഴ്ച ഈ മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റിയുടെ കണക്കും 22,531. അങ്ങനെ ഒരു കുറവിൽ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് പോവുകയും പിന്നീട് കുറവിലേക്ക് വരികയും ചെയ്ത ഒരു ആഴ്ചയായിരുന്നു. അതിലുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു അൺസർട്ടനിറ്റി നിക്ഷേപകർക്കിടയിൽ ഉണ്ടായിരുന്നു, ഒരു ആശങ്കയുണ്ടായിരുന്നു, ഏത് തരത്തിലാകും തെരഞ്ഞെടുപ്പ് ഫലം വരിക എന്നത്. ഏതായാലും ഇപ്പോൾ അത്തരം ആശങ്കകൾക്കൊന്നും അടിസ്ഥാനമില്ല എന്നൊരു തോന്നലാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. 350 മുകളിൽ സീറ്റുകൾ നേടി NDA സർക്കാർ വീണ്ടും ഒരിക്കൽ കൂടി അധികാരത്തിൽ വരുമെന്ന് പറയുമ്പോൾ വിപണിയിലും അത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്നിപ്പോൾ എക്സിറ്റ് പോൾ ഫലം വന്നതിന് ശേഷമുള്ള ആദ്യ വ്യാപാര ദിനമാണ്. ഓൾ ടൈം ഹൈ നമുക്കറിയാം, നിഫ്റ്റി പോയിരിക്കുന്നത് 23,111 പോയിൻ്റാണ്. സെൻസെക്സ് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു, അത് 76,000 പോയിന്റ് കടന്ന സാഹചര്യമുണ്ട്. ഒരുപക്ഷെ ആ തരത്തിലേക്കൊരു തിരിച്ചുവരവ് വിപണിയിൽ നിന്ന് ഉണ്ടാകാം എന്നുള്ള പ്രതീക്ഷ വ്യാപാരികൾക്കിടയിലുണ്ട്, നിക്ഷേപകർക്കിടയിലുണ്ട്. അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച വിപണി ക്ലോസ് ചെയ്തതിന് ശേഷമാണ് GDPയുമായി ബന്ധപ്പെട്ട GDP ഗ്രോത്തുമായി ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തു വന്നത്. 8.2% GDP ഗ്രോത്ത്. അതുകൊണ്ട് അതും നിക്ഷേപകർക്കിടയിൽ ഒരു പോസിറ്റീവായ ഒരു അപ്രോച്ച് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്നും നാളെയും, പ്രത്യേകിച്ച് നാളെ കുറച്ചധികം ഈ തെരഞ്ഞെടുപ്പ് ഫലം എക്സിറ്റ് പോൾ പോലെ തന്നെയാണ് വരുന്നതെങ്കിൽ അപ്പർ സർക്യൂട്ടിലേക്ക് പല സ്റ്റോക്കുകൾ പോകാനുള്ള സാധ്യതകൾ ആദ്യ മണിക്കൂറിൽ തന്നെ ഉണ്ടായേക്കാം. അതുകൊണ്ട് വലിയൊരു കുതിപ്പ്, ഒരു വലിയൊരു റൺ തന്നെ വിപണിയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. SKN. ഓക്കെ, താങ്ക് യു ശ്രീനാഥ് ചന്ദ്രൻ. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.